ഫ്രണ്ട്സ്, ഇത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് റിപ്പയറിന് വന്ന വണ്ടിയാണ്. റണ്ണിങ് കണ്ടീഷൻ അല്ലായിരുന്നു. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്ന ഒരു വണ്ടിയാണ്. നമ്മളെല്ലാം റെഡിയാക്കി. ഇത്തരം വണ്ടികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക് ബോർഡ്, റിവേഴ്സ് ഫോർവേഡ് സ്വിച്ച്, പവർ സ്വിച്ച് എല്ലാം ഒരു ബോർഡിലാണ് വരുന്നത്. അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അത് റീപ്ലേസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് റേറ്റാണ്. 2000 രൂപയ്ക്ക് അടുത്ത് വരും. തന്നെയല്ല കംപ്ലൈൻറ്റ് വരാനും ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേയും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ സ്വന്തം ഐഡിയയ്ക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സാധാരണ വണ്ടിയുടെ മ്യൂസിക് ബോർഡാണ് എടുക്കുന്നത്. അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നിലവിലിരുന്ന ആ ഒരു ബോർഡിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ PVC പൈപ്പ് ഹീറ്റ് ചെയ്ത് ഒരു ഷീറ്റാക്കിയിട്ട് അതിൻ്റെ അളവ് വെച്ച് വരച്ചെടുക്കുകയാണ്. അതിനുശേഷം ആ മ്യൂസിക് ബോർഡ് നമുക്കുള്ളിലേക്ക് ഇറക്കി വയ്ക്കാൻ പാകത്തിന് ഇതുപോലെ ഡ്രില്ല് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ആ കറക്റ്റ് ഹോള് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. കോമൺ ആയിട്ട് വരുന്ന മ്യൂസിക് ബോർഡിൻ്റെ കറക്റ്റ് സൈസിലേക്ക് നമ്മൾ ആ ഹോള് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല പക്ക ഫിറ്റിങ്സ് ആണ്. ഇനി സാധാരണ ഡാഷ്ബോർഡിൻ്റെയൊക്കെ ഒരു റഫ് സർഫേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ PVC ഷീറ്റ് ഹീറ്റ് ചെയ്ത് കരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഈ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പവർ സ്വിച്ചിന് പകരം ഒരു കീ ബട്ടൺ സെറ്റ് ചെയ്യാൻ പറ്റും. റിവേഴ്സ് ഫോർവേഡ് സ്വിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ലൈറ്റിനൊക്കെ സെപ്പറേറ്റ് സ്വിച്ച് എല്ലാം കൊടുത്ത് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. എന്തായാലും ഈ രീതിയിൽ വണ്ടി തിരിച്ച് കിട്ടുമ്പോൾ പിള്ളേർ ഹാപ്പി ആവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.